ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു ഹൗസ് വാമിങ്ങിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ചെറിയൊരു ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രിയിലൊരു ചെറിയ വിശേഷമായിരുന്നു കേട്ടോ. അപ്പം തലേന്ന് എല്ലാ വീടുകളിലും കുടിയേലിൻ്റെ തലേന്നായിരിക്കും മെയിനായിട്ടുള്ള പണികളെല്ലാം ഉണ്ടാവുക. സാധനമൊക്കെ എടുത്ത് വെക്കുക, വൃത്തിയാക്കി വെക്കുക എല്ലാം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തലേന്ന് രാത്രി നമ്മൾ പോയിട്ട് ക്ലീനിങ്ങൊക്കെ അമ്മായിമാരെല്ലാം ക്ലീനിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം തലേന്ന് രാത്രിയായിരുന്നു കേട്ടോ എല്ലാ പണിയും എല്ലാവരും കൂടി ചെയ്ത് തീർക്കുന്നത്. അപ്പം ഞാൻ അപ്പം എടുത്തത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ വീട്, അമ്മേൻ്റെ വീട്. അപ്പം വീട് ഫുള്ളായിട്ട് നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വാ. നല്ല കുട്ടി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടായിരുന്നു കേട്ടോ. മാഷാല്ലാ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പണികളെല്ലാം നന്നായിട്ട് ഫിനിഷെല്ലാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാല്ലാ ഒരു നിലയാണ് കേട്ടോ വീടുണ്ടായത്. പക്ഷേ നല്ല അടിപൊളി, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ വീട്. കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ രാവിലെ എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ഉച്ചയാകുമ്പോഴാണ് കേട്ടോ നമ്മൾ പിന്നെ ഇവിടെ കുടികൂടലിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വന്ന പാടെ അമ്മായി വെള്ളം തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്ന് രാത്രിയായിരുന്നു കേട്ടോ പരിപാടി. ഇവിടെ മെയിനായിട്ട് രാവിലെ തങ്ങളെല്ലാം വന്ന് ഒന്ന് വീട്ടിൽ കയറി പാലെല്ലാം കാച്ചിട്ട് പോയതാണ് രാവിലെ സുബിഹിൻ്റെ സമയത്ത് കേട്ടോ. അതിന് ശേഷം രാത്രിയായിരുന്നു ശരിക്കുള്ള ഫങ്ഷൻ. എല്ലാവരെയും വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുകയൊക്കെ രാത്രിയായിരുന്നു. അപ്പം അതിൻ്റെ ഉച്ചക്ക് നമ്മൾ വെറുതെ ഒന്ന് എന്തെങ്കിലും പണിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ വെച്ചാൽ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലായിടത്തും കബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഹാളിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും നമുക്ക് എന്ത് സാധനം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അതായിരുന്നു മെയിനായിട്ട് കേട്ടോ. അതെനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ലൈക്കായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും. ഓവറായിട്ട് വൃത്തിയായിട്ട് തോന്നൂല. ഫുള്ള് പുറത്ത് വാരി വലിച്ചിടേണ്ട ആവശ്യമില്ല. അത് നല്ല ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാല്ലാ നല്ല അടിപൊളി ക്യൂട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വെച്ചാൽ ഫുള്ള് ആൾക്കാരും ബഹളവും ഇല്ലായതുകൊണ്ട് വീട് മൊത്തത്തിൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് കേട്ടോ പുറത്തുള്ള ഒരു വ്യൂ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പിന്നെ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് സാധാ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ സാധാ നോർമൽ ചോറും സാമ്പാർ, അതുപോലെ തന്നെ കൂട്ടുകറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, പുളിശ്ശേരി, മോര് കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചക്കപ്പൂതലുണ്ടല്ലോ അത് വറവ്, ഉപ്പേരി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അച്ചാർ. ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് വീട്ടിലെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. അങ്ങനെയാണ് ഉച്ചക്ക് ഉണ്ടായത്. ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ വീട്ടിൽ പോയിട്ട് രാത്രി ഫ്രഷായിട്ട് ആണ് പിന്നെ കുടികുടലിൻ്റെ വീട്ടിലേക്ക് വന്നത്. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് കുടിയൽ. അപ്പം ആൾക്കാരെല്ലാം കഴിഞ്ഞാലും ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ പോയപാടും വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ആപ്പിളിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും വന്ന് വെള്ളമെല്ലാം കുടിച്ച് ഉള്ളിലേക്ക് കയറലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ടായിട്ടുണ്ടായിന്. പിന്നെ വെച്ചാൽ ഈ ചൂട് സമയത്ത് എന്തായാലും രാത്രി ആയത് വലിയ ഉപകാരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉച്ചക്കെല്ലാം ഭയങ്കര ചൂടും പിന്നെ ആൾക്കാരെല്ലാം ആകുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ രാത്രി ആയിരുന്നു കേട്ടോ.
ഫുഡ് കൊടുക്കലും ആൾക്കാരെല്ലാം വിളിച്ച് കുറച്ച് ഇതായിട്ട് കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് കേട്ടോ രാത്രിത്തെ വീടിൻ്റെ വ്യൂ. നല്ല അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്, പിന്നെ എന്നെ യൂട്യൂബിൽ കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എടുപ്പിച്ചതാണ് കേട്ടോ വീഡിയോ. അമ്മേൻ്റെ ബന്ധത്തിലുള്ള ആളാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ആൾക്കാരെല്ലാം വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ടായിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ. അങ്ങനെ ഇതാ ആൾക്കാരൊക്കെ ഏകദേശം ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടുകാരും അതുപോലെ തന്നെ നമ്മളെല്ലാം കൂടിയിട്ട് ഫുഡ് കഴിച്ചത് രാത്രി ഏറ്റവും ലാസ്റ്റായിരുന്നു. ഒരു 10 മണി ആയിട്ടുണ്ടാവും ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിന്, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിട്ടുണ്ടായിന്, അൽസ, അങ്ങനെ എല്ലാം മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇതാ ഏറ്റവും അവസാനം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കണ്ണൂർ സൈഡിലുള്ള ഒരു ഹൗസ് വാമിങ് എന്ന് വെച്ചാൽ. രാവിലെ ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിന്, എന്നിട്ട് ബാക്കിയുള്ള ഫംഗ്ഷന് ഫുഡ് കൊടുക്കൽ രാത്രി ആയിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ ഇഷ്ടം പോലെ, ചിലപ്പം ഉച്ചക്കാക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ രാത്രി ആക്കുന്ന ആളുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം ആണ് കേട്ടോ നമ്മുടെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ.